ഹിന്ദുത്വ വേഴ്സസ് ഉസ്താദ്. ഈ സംവാദം യഥാർത്ഥത്തിൽ നമ്മൾ ഹിന്ദുക്കൾക്ക് ഗുണം ചെയ്യും. ഒരുപാട് പാവപ്പെട്ട ഹിന്ദുക്കളെ ഉസ്താദ് സഹായിക്കും. അതോടൊപ്പം ഈ തീവ്ര ഹിന്ദുത്വ കാരണം ഒരു ഗുണവും നമുക്ക് ഹിന്ദുക്കൾക്കില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. ഒരു മതത്തിലെയും തീവ്രത കൊണ്ട് ആ മതത്തിലെ ആൾക്കാർക്ക് ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഈ തീവ്ര ഹിന്ദുത്വയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയെ കൊന്നത്. ഉസ്താദ് ഓരോ ദിവസവും അങ്ങനെ തീവ്ര ഹിന്ദുത്വയെ പൊളിച്ചെടുക്കുമ്പോൾ ഒരു ഹിന്ദുവായ എനിക്ക് അഭിമാനമാണ്. ഈ ഗോഡ്സേവാദികൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഉസ്താദ് മനസ്സിലാക്കേണ്ടത് മഹാത്മാഗാന്ധിയെ കൊന്നവർക്ക് ഉസ്താദിനെ അംഗീകരിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? സനാതന ഹിന്ദു വിശ്വാസിയായ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം മേടിച്ചു തന്ന ഈ മഹാനാടിന്റെ ഇന്ത്യയുടെ അച്ഛനെ കൊന്നവർക്ക് ഉസ്താദ് പറയുന്ന കാര്യങ്ങളോട് യോജിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഈ അമ്മയുടെ മകനെയാണ് ഉസ്താദ് രക്ഷിച്ചത്. വേറെ ബാബുവേട്ടൻ എന്ന് പറഞ്ഞ ഒരാളുടെ കാര്യം ഉസ്താദ് പങ്കുവച്ചു. ആ ബാബുവേട്ടന് 1 ലക്ഷം രൂപയും ഉസ്താദ് അയച്ചു കൊടുക്കുകയുണ്ടായി. ഇതെല്ലാം ഉസ്താദ് സമാഹരിക്കുന്നതാണ്. അതായത് ഉസ്താദിന്റെ ആഹ്വാനത്തിൽ അദ്ദേഹത്തിന്റെ സത്യസന്ധതയിൽ ആൾക്കാർ വിശ്വസിച്ച് അദ്ദേഹത്തിലൂടെ കൊടുക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അത് തന്നെയാണ് വേണ്ടത്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരാൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതായത് ചാരിറ്റി ചെയ്യുന്ന, ഓൺലൈനിലൂടെ ചാരിറ്റി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്നാൽ ചാരിറ്റിയോടൊപ്പം ഒരു സാമൂഹിക മെസ്സേജ്, യോജിപ്പിന്റെ മെസ്സേജ്, ഐക്യത്തിന്റെ മെസ്സേജ്, നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ മെസ്സേജ് കൂടെ കൊടുക്കാൻ ഒരു ഉസ്താദിന് കഴിയുന്നത് വളരെ സന്തോഷമാണ്. സമാനമായി നമ്മുടെ ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദു വിഭാഗങ്ങളിൽ നിന്ന് ആൾക്കാർ വരണം. എന്തായാലും വളരെ രസമുള്ള, കാണാൻ താല്പര്യമുള്ള, അതായത് നമ്മളെല്ലാം കണ്ടിരിക്കേണ്ട ഒരു വീഡിയോ. ഈ അമ്മ, പാവപ്പെട്ട ഹിന്ദു അമ്മ, ഉസ്താദിനെ വിളിച്ച് അസ്സലാമു അലൈക്കും ഒക്കെ പറഞ്ഞാണ് തുടങ്ങുന്നത്. ഇനി അത് കേട്ടിട്ട് ഉമ്മ മതം മാറി എന്ന് വിചാരിക്കരുത്. ഉമ്മ നമ്മൾ നമസ്കാരം പറയുന്ന പോലെ മുസ്ലിങ്ങൾ അങ്ങനെയാണ് അവരുടെ ഒരു നമസ്കാരം ചൊല്ലുന്നത്. ഉമ്മ അത് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. കേൾക്കേണ്ടതാണ്. ഞാൻ വെക്കാം എന്തായാലും. ഹലോ, അസ്സലാമു അലൈക്കും. ഞാന് സുജിത്തിന്റെ അമ്മയാണ്. ഇപ്പോഴാണ് എനിക്ക് നമ്പർ കിട്ടിയത്. അപ്പൊ ഞാൻ ഉസ്താദിനെ വിളിക്കണം എന്ന് ഓർത്തിട്ട് എനിക്ക് പറ്റിയില്ല. ഉസ്താദ് ചെയ്ത ഉപകാരത്തിന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റിയല്ല. ഞങ്ങൾ എന്റെ കൊച്ചിനെ രക്ഷപ്പെടുത്തി. ഈ ഫുള്ള് കോൺവെർസേഷൻ കേട്ടോ, ഞാൻ ഇടാം. ഇതിൽ ഈ അമ്മ പറയുന്നുണ്ട് ഉസ്താദിനെ ദൈവം അയച്ചതാണ്. അങ്ങനെ നല്ല മനുഷ്യരെ ദൈവം അയക്കും. വർഗീയവാദികൾ യഥാർത്ഥത്തിൽ ഈവിളിന്റെ, സാത്താന്റെ സന്തതികളാണ്. അവര് കാരണം ആർക്കും ഒരു ഗുണവും ഇല്ല, എല്ലാവർക്കും ദോഷവുമാണ്. എന്റെ പേര് ഇന്ദിര. വന്നായിരുന്നു, വന്നപ്പോ ഉസ്താദ് ഇല്ലായിരുന്നു അവിടെ. പിന്നെ അവനങ്ങനെ ഇരിക്കണേണ്. അവന് ഭയങ്കര. ഇനി ചില തീവ്ര ഹിന്ദുത്വം അവർ കണ്ടോ, അവർ സലാം പറഞ്ഞു എന്ന് പറയും. ഒന്നുമില്ല, അത് വിഷ്. നമ്മളിപ്പം ദുബായിലൊക്കെ പോകുമ്പോ അവിടെ ഒരുപാട് പറയുന്ന പോലെ സലാം ചൊല്ലുന്നു എന്നേ ഉള്ളൂ, അല്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് പറയുന്നേ ഉള്ളൂ. കാലില്ല പയ്യൻ. ഞാൻ പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഈ ഒരു ആഴ്ചയായിട്ട് കുറച്ച് തിരക്കിലേക്കാണ്, കുറച്ച് ഓട്ടത്തിലാണ്. കുഞ്ഞിനും വയ്യ, വൈഫിന് സുഖമില്ലായിരിക്കണം. ഞാൻ ഇതൊക്കെ കഴിഞ്ഞ ശേഷം കാല് വെക്കാനല്ലേ, വെപ്പുകാലല്ലേ. അതെ, അതൊന്നും വെച്ച് കിട്ടിയാൽ നമ്മൾ അവനൊരു ജോലി എടുത്താൽ. ഞാനിപ്പോ പുത്തൻകുരിശിലൊരു കടയിലാണ്, ഹോട്ടലിലാണ്. ഞാൻ ആഴ്ചയില് ജോലി ചെയ്തിട്ട് ചെന്ന് എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുക്കും. അവനും സുധിയും ഞാനും ഒക്കെ ഉണ്ട്. പക്ഷെ അവനും ഒരു കുടുംബമൊക്കെ ഉണ്ടല്ലോ, അവനും വയ്യാതിരിക്കുക സുധിക്ക്. അപ്പൊ എന്തെങ്കിലും പറഞ്ഞാൽ പിടിപ്പിച്ചു കിട്ടി. അവന് MSc പാസ്സായതല്ലേ. പിന്നെ അപ്പൊ എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറ്റിയ അത്രയും ഒരു നല്ല കാര്യമല്ല. അപ്പൊ കാര്യം അങ്ങനെ ഇരുന്നിട്ട് പുള്ളി ടെൻഷൻ പിടിക്കുകയാണ്. ചേച്ചി, നമ്മുടെ നിലവില് മറ്റേ സേവാഭാരതി പോലുള്ള സംഘടനകളൊക്കെ ചോദിച്ചൂടെ? ഹിന്ദു സംഘടനകളിലൊക്കെ എന്റെ പറഞ്ഞ ഞാൻ ഒന്നാതെ അവർക്ക് എന്നെ ഇഷ്ടമല്ല. ഇനി ഞാൻ നല്ല കമന്റ് പറയാമെന്നാണ് ഇത് വേണ്ടെന്ന്. അയക്കാന്ന് വിളിക്കാതെ എന്തെന്ന് വിളിക്കണമെന്ന് എനിക്കറിയാൻ മേല. എന്നാലും ഞാൻ പറയാണ്, ഞങ്ങൾ അവിടെ കിടന്നോണ്ട് ഇത്ര അനുഭവിച്ചിട്ട് ഒരു മനുഷ്യൻ ഞങ്ങളെ വിളിച്ചു ചോദിച്ചില്ല. അവിടെ നിന്ന് ഞങ്ങളെ സഹായിച്ചതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ സന്തോഷമായത്. അമ്മ എന്ത് ചെയ്യണമെന്നറിയാമോ? യഥാർത്ഥത്തിൽ മോന്റെ കാല് തല്ലി ഒടിച്ചത് മുസ്ലിങ്ങളാണെന്ന് പറയണം. അപ്പം വരും, സഹായം ഒന്നും ചെയ്യില്ല. അപ്പൊ അത്യാവശ്യം ചോദിക്കാനെങ്കിലും വരും. അപ്പുറത്തിന് മുസ്ലിം ഇല്ലെങ്കിൽ ഇവർക്കൊരു ഗുമ്മില്ല, അതാണ്. അല്ലാതെ ഒരാളെ ഞങ്ങളെ വിളിച്ചു ചോദിച്ചിട്ടില്ല ഈ കൊച്ചിന് എന്ത് പറ്റി. അവരുടെ കുറ്റമല്ല, അവരറിയാത്തത് കൊണ്ടാണ് സേവാഭാരതിയിലൊക്കെ ഒന്ന് അന്വേഷിച്ചത്. പിന്നെ നമ്മുടെ ഫേസ്ബുക്കിൽ ഞാൻ ഭാരതീയൻ എന്നൊക്കെ പറഞ്ഞൊരു പേജ് ഉണ്ട്. അവിടെ കയറിയാൽ അവരൊക്കെ ആണെങ്കിൽ രഹസ്യമായിട്ട് ഒരുപാട് സഹായിക്കുന്നവരാ. അതിലേക്കൂടെ ഒന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് സഹായങ്ങൾ കിട്ടും. നിങ്ങൾ അത് ശ്രമിക്കാത്ത അവരുടെ ഇതൊന്നും എത്താത്തത് കൊണ്ടാണ്. നമ്മളെ എന്തെങ്കിലും നമുക്കിപ്പോ എന്റെ മകനെ രക്ഷപ്പെടുത്തിയത് സാറാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം കൂടി ചെയ്ത്, അവന് വേറെ ഒന്നും വേണ്ട. അവൻ ഇത്രയും പഠിച്ചൊരു പയ്യനാണ്. അവനിങ്ങനെ കൊച്ചും അവന്റെ ഭാര്യയും അവനും കൂടിയാണ് ജീവിക്കുന്നത്. ഇപ്പൊ അവിടെ ഞാൻ പറഞ്ഞില്ലേ, പനങ്ങാട് വാടകക്ക് താമസിക്കണേന്ന്. അപ്പൊ അവന് എങ്ങനെയെങ്കിലും അവനൊന്നൊരു ജോലി കിട്ടിയാ ജോലിക്ക് പോകാൻ പറ്റിയ, അവനല്ലാതെ ടെൻഷൻ കയറി ഇരിക്കും. അവൻ വിളിച്ച് സംസാരിച്ചെന്നൊക്കെ എന്നോട് പറഞ്ഞു. ഇപ്പം അവന്റെ കുട്ടിക്ക് എത്ര വയസ്സുണ്ടോ? അവന്റെ കുട്ടിക്ക് 2 വയസ്സ് കഴിഞ്ഞു. എന്തായാലും ചേച്ചി ഒരാഴ്ച ഒന്ന് കഴിഞ്ഞോട്ടെ.
ഒരാഴ്ച ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറയാം. അപ്പോഴേക്കും ഞാൻ ഫ്രീ ആവും. ഇൻഷാല്ലാ. ഓക്കെ ഓക്കെ അവൻ കാലും വെക്കും നിങ്ങൾ ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ശരിയാവുന്നത്. ഇതൊക്കെ എവിടുന്ന് പഠിച്ചെന്നാലേക്ക് എന്തോ ചെയ്യാൻ. ഞാനേ പ്രസവ ഉസ്താദെ, ഞാൻ ഉസ്താദ് വീഡിയോയിലൂടെ പറയാണ്, ഞാൻ അങ്ങയോട് പേഴ്സണലിയും പറയാം, ഈ രോഹിത്തിന് വേണ്ടി ഇവന് കാല് വെക്കാൻ വേണ്ടി എന്റെ ഭാഗത്ത് നിന്ന് 10,000 രൂപ, പെട്ടെന്ന് വന്നൊരു ഫിഗറാണ്, 10,000 രൂപ ഞാൻ ഉസ്താദ് വഴി തരുന്നതായിരിക്കും. ഉസ്താദ് വഴി തരുന്നത് എനിക്ക് വിശ്വാസമായതുകൊണ്ടാണ്. വേറെ പലരുടെയും കൊടുത്താൽ അവർ കൊള്ളയടിക്കും. ശ്രീരാമനെ പോലും കൊള്ളയടിക്കാൻ വഴിയില്ലാത്തവരാണ്, അതുകൊണ്ട് ഒരു കൊള്ളയടിക്കും. അതുകൊണ്ട് ഉസ്താദിന് തീർച്ചയായും ഉസ്താദ് വഴി 10,000 രൂപ ഞാൻ തരുന്നതായിരിക്കും. അല്ലേ? എന്താ ചെയ്യാ ഇവിടത്തെ നിങ്ങളൊക്കെ ഇങ്ങനെ വിളിച്ച് സ്ഥലമാക്കാൻ പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസമേ ഞങ്ങൾക്ക് ഒരുപാട് ദൈവത്തിന് തുല്യമാണ് ഞങ്ങൾ അങ്ങനെ കണ്ടേക്കുന്നത്. ഈ മറ്റേ ഞങ്ങള് തീവ്രവാദ ഫണ്ടാണെന്നൊക്കെയാ പറയുന്നത് നിങ്ങളൊക്കെ സഹായിക്കുന്നത്. പറഞ്ഞോട്ടെ, എന്ത് വേണേലും പറഞ്ഞോട്ടെ, ഞങ്ങൾക്ക് ഏറ്റവും വലിയൊരു ദൈവത്തിന് തുല്യമായിട്ട് ഞങ്ങൾ കണ്ടേക്കണം. ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങൾ രക്ഷപ്പെടിയേ ഇല്ല. ഇനി കേട്ടാ, ദൈവത്തിന് തുല്യമായിട്ടാ. ദൈവത്തിന് തുല്യം ആരുമില്ല. ദൈവം എന്ന് പറയാൻ അതെ, ദൈവമാണല്ലോ ഇങ്ങനെ ഒരാളെ ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. അതാണ് ചെയ്തത് സാർ. ഞങ്ങൾ ഈ ഹിന്ദുക്കളെ ദൈവം എന്ന് പറയുന്നത് വളരെ ലിബറലായി യൂസ് ചെയ്യുന്നതാണ്. സച്ചിൻ ദൈവം എന്ന് പറയും, നമ്മുടെ മെസ്സി മിശിഹ എന്ന് പറയും. അപ്പൊ അത് നമ്മുടെ ഒരു ടെർമിനോളജിയാണ്, അല്ലാതെ ദൈവശാസ്ത്രപരമായി കൃത്യമായി ചിന്തിച്ചിട്ടല്ല, ദൈവീകമാണ് എന്നർത്ഥത്തിൽ പറയുന്നത്. എല്ലാവർക്കും നമുക്ക് ചേച്ചി നമുക്ക് ഓരോ മനുഷ്യർക്കും ഈ ഭൂമിയിൽ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് തിരിച്ചു പോകുക എന്നുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ പരസ്പരം സ്നേഹിക്കാനും പരസ്പരം സഹായിക്കാനും. എനിക്ക് ഇവന് അച്ഛനില്ല. പിന്നെ ഞാനിപ്പോ നടന്ന് ഈ പിന്നെ പുത്തൻകുരിശിലും അവിടെയൊക്കെ നടന്ന് ഹോട്ടൽ പണി എടുത്ത് കൊണ്ടുവന്ന് കൊടുത്താണ്. ഞാൻ എത്ര കൊടുത്താലും അവരൊരു ഭാര്യയും ഭർത്താവും, ഒരു ഭാര്യ ഒക്കെ ഒരു ഭർത്താവും നമുക്ക് കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അവനൊരു കാല് പിടിപ്പിച്ച അവന്റെ ഭാര്യക്കും കുഞ്ഞിനും അവന് സന്തോഷമായിട്ട് ജീവിക്കാം. ഇപ്പൊ വാടകക്കാണ് ഇപ്പൊ കിടക്കുന്നത് പനങ്ങാട്. അപ്പൊ അത് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയാൽ അവന്റെ കാര്യങ്ങൾ നടക്കുമല്ല. അതാണ് എന്റെ ഒരു മനസ്സമാധാനം. ഉസ്താദെ, ഞാൻ ഫേസ്ബുക്കിൽ ഇടുകയും ചെയ്യാം. ഈ രോഹിത്തിന്റെ കാല് വെക്കാൻ എത്രയാവുമെന്ന് എനിക്കറിയില്ല. 10,000 രൂപ ഉസ്താദ് വഴി, ഉസ്താദ് പറയുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ഉസ്താദിന്റെ 10,000 രൂപ എന്റെ ഭാഗത്തു നിന്നുണ്ടാവും. അത് വളരെ നല്ലതാണ് ഉസ്താദ് ചെയ്യുന്നത്. മറ്റൊരു വീഡിയോയും കൂടെ ഇതുപോലെ കൂടുതൽ ആൾക്കാർ ചെയ്യണം. ഇത് കാണിക്കുന്നതിന് മറ്റൊരു റീസണും കൂടെ ഉണ്ട്. അതൊരു പക്ഷെ പെട്ടെന്ന് ഉസ്താദിന് കിട്ടണമെന്നില്ല. ഞങ്ങൾ ഹിന്ദുക്കൾ പലപ്പോഴും ഒരു വല്ലാത്ത ലെഥാർജി, മടിയിൽ ജീവിക്കുന്നവരാണ്. യഥാർത്ഥത്തിൽ ഇത്തരം പോസിറ്റീവായിട്ടുള്ള പോയിന്റ് ഔട്ടുകൾ, ചലഞ്ച് എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് പറയണത്, ചലഞ്ച് വരുമ്പോഴാണ് നമ്മൾ നന്നാവുന്നത്. അതായത് കഴിഞ്ഞ നൂറ്റാണ്ടിലൊക്കെ നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങൾ 150 വർഷമായിട്ട് അവർ സ്കൂള്, ആതുരാലയങ്ങളൊക്കെ തുടങ്ങുമ്പോഴാണ് ഹിന്ദു സമൂഹത്തിൽ ഒരു തിരിച്ചറിവ് വരുന്നത്, നമുക്ക് ഇത്തരം കാര്യങ്ങൾ ഇല്ലല്ലോ എന്ന്. അതുകൊണ്ട് ഉസ്താദ് അടക്കം ചെയ്യുന്നത് വലിയ സേവനമാണ്. അത് ആ ഹിന്ദുക്കൾക്ക് മാത്രമല്ല, വിശാല അർത്ഥത്തിൽ ഹിന്ദു സമൂഹത്തിന്, സമുദായത്തിന് പോസിറ്റീവ്ലി ഗുണം ചെയ്യും. നമുക്ക് ഇത്തരം നല്ല മാതൃകകൾ എടുക്കാൻ കഴിയണം. വേണ്ട എല്ലാ കാര്യത്തിലും മുസൽമാന്മാർ മാത്രം രംഗത്തിറങ്ങിയുന്നുണ്ട് സഹായപ്രവർത്തനം നൽകുമ്പോൾ അത് മതം മാറ്റാനോ അല്ലെങ്കിൽ വർഗീയ ഫണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ആക്ഷേപം കൂടി കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്നാൽ സംശുദ്ധമായ സേവാഭാരതിയുടെ ഫണ്ടുകൾ വരട്ടെ, ഭാരതീയനും ലക്ഷ്മി കാനത്തും ഒക്കെ രംഗത്ത് വന്ന് സഹായിക്കട്ടെ, അവർക്കും കൂടി അവസരം കിട്ടട്ടെ എന്ന് ആ നന്മയുള്ള വിചാരം കൊണ്ടാണ് ഞാൻ ബാബുവേട്ടന്റെ കേസ് ഒന്ന് മാറ്റിവെച്ചത്. പക്ഷേ വീഡിയോ ഇട്ട് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും കോള് വന്നു, ഉസ്താദെ നമ്മളൊക്കെ മനുഷ്യരാണ്, അവിടെ ആരോടുള്ള വിരോധം തീർക്കണ്ട, നമ്മളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക എന്ന് പറഞ്ഞു. 1 ലക്ഷം രൂപ ആ മനുഷ്യന് അയച്ചു തന്നു. അപ്പൊ തന്നെ ബാബുവേട്ടന്റെ ഫണ്ട് അക്കൗണ്ടിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്തു. ഇനി ബാബുവേട്ടന് നിങ്ങളോട് എന്താ പറയാനുള്ളത്? കേട്ടോ, എനിക്ക് 3 മക്കളാണ്. 2 പേർ ഭിന്നശേഷിക്കാരായ കുട്ടികളാണ്. ആദ്യമേ ഞാൻ മനുഷ്യസ്നേഹിയായ ഉസ്താദിനാണ് നന്ദി പറയുന്നത്. അപ്പൊ എനിക്ക് 1 ലക്ഷം രൂപ സഹായിച്ച ആ സാറിന് ഞാൻ നന്ദി പറയാണ്, വളരെയധികം നന്ദി പറയാണ്. ഞാൻ എൻ്റെ കുടുംബം സാറിന് വരാൻ കഴിയുമെങ്കിൽ നെയ്യാറ്റിക്കര വരണം, എൻ്റെ വീട്ടിൽ വരണം. എനിക്കുണ്ട് ഒരു കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ, ഈ കണ്ണിൻ്റെ കാഴ്ചയുള്ളൂ. ഈ സാറിന് അടുപ്പിച്ചായി വീട്ടിലായിട്ട് നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ 2-3 ദിവസം കൊണ്ട് പട്ടിണിയാണ്, സത്യം പറഞ്ഞാൽ പട്ടിണിയാണ്. ഇന്നലെ തന്നെ റേഷനരി 2 ദിവസം തീർന്നു. ഇന്നലെ പോയി ഒരു വഴിയില്ലാത്തതുകൊണ്ട് റേഷൻ കടയിൽ കടം ചോദിച്ചപ്പോൾ 2 കിലോ അരി തന്നു. അതാണ് ഇന്ന് കൊച്ചുങ്ങൾക്ക് ഒരു നേരത്തെ ആദായം. അങ്ങനെയാണ് അവസ്ഥ, എൻ്റെ അവസ്ഥ. കേട്ടല്ലോ അല്ലേ? പട്ടിണിയാണ്, മുഴുവൻ പട്ടിണിയാണ്. റേഷൻ അരി കൊണ്ടാണ് ജീവിതം മുന്നോട്ട് പോകുന്നത്. വിശക്കുന്നതിന്റെ പ്രശ്നം എന്താടാ? വിശപ്പാണ്. എന്നെ കേട്ടിരിക്കുന്നവർ പറയാണ്, നമ്മളിപ്പോ ഈ കൊടുത്ത 1 ലക്ഷം രൂപ എവിടുന്ന് വന്നേന്നറിയോ?
കിട്ടും. ഞാനൊരു കാര്യം പറഞ്ഞട്ടെ, ചാരിറ്റി എന്ന് കേട്ടുകൊണ്ട് വിദേശത്ത് നിന്നും തീവ്രവാദ ഫണ്ടുകൾ തനിക്കൊക്കെ ഇതുപോലുള്ള ഉസ്താദ് ശ്രദ്ധിക്കരുത്. ഇവരൊക്കെ ഇവരൊക്കെ ആരാണ് ഇവനൊക്കെ? ജീവിതത്തിൽ എന്തെങ്കിലും പണി ചെയ്തിട്ടുണ്ടോ? ഹിന്ദു സമൂഹത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു സ്ഥാനത്ത് ചെയ്തിട്ടുണ്ടോ? ഇരുന്ന് മുസ്ലിം വിരോധം കുരയ്ക്കാൻ മാത്രം അറിയാൻ കഴിയും ഇതുപോലത്തുള്ളവരെ ഇറലവന്റ് ആൻഡ് ഇൻസിഗ്നിഫിക്കന്റ് വരും. വേറെ ജോലി അതെ അതെ, തീവ്രവാദ ഫണ്ടാണ്. സംശുദ്ധമായ രാജ്യസ്നേഹിയുടെ ഫണ്ട് ചെല്ലാത്തതുകൊണ്ടാണ് തീവ്രവാദ ഫണ്ട് കൊടുക്കേണ്ടി വന്നത്. എടാ, അല്പമെങ്കിലും മനുഷ്യത്വവും കാരുണ്യം ഉണ്ടെങ്കിൽ എടാ, അവൻ ഹിന്ദു എന്നല്ല മനുഷ്യൻ എന്നാ പറയുന്നത്. മനുഷ്യൻ എന്നാ. ഒരു മാസമായിട്ട് എന്റെ കമന്റ് ബോക്സിൽ അയാളെ മെസ്സേജ് ഉണ്ട്, എന്നെ ഒന്ന് സഹായിക്കും, എന്നെ സഹായിക്കും. ആരൊക്കെ കണ്ടറ, ആർക്കൊക്കെ മെസ്സേജ് അയച്ച് ഏതെല്ലാം സ്ഥലത്ത് അയാൾ കയറി ഇറങ്ങി. ഒരു നേരത്തെ മരുന്നിന്റെ പൈസയെങ്കിലും ആ കണ്ണ് കാണാത്ത ഒരു കണ്ണുകൊണ്ട് ജീവിക്കുന്ന 3 മക്കൾ, 2 പേര് ഭിന്നശേഷിക്കാരാ, ഒരു നേരത്തെ മരുന്നിന്റെ എങ്കിലും വക ഉണ്ടാക്കി കൊടുക്കും. മനുഷ്യന്റെ പ്രശ്നം എന്താ നിനക്ക്? കാരണം ഭാരതീയനാണെങ്കിലും ലക്ഷ്മികാരത്താണെങ്കിലും പിന്നെ ഈ വർഗീയത പറഞ്ഞാണെന്ന് തൂറ്റി നടക്കുന്നവരൊക്കെ പറയണം. മനുഷ്യന്റെ പ്രശ്നം എന്നറിയോ? ഭാര്യക്ക് ക്യാൻസർ ഉള്ളവന്റെ പ്രശ്നമാണ് ഭാര്യയുടെ ക്യാൻസർ മാറുന്നത്. മുഴുവൻ പട്ടിണി ഉള്ളവന്റെ പ്രശ്നം പട്ടിണി മാറുക, സർക്കാരിന്റെ പ്രശ്നം കടം മാറുക എന്നുള്ളതാണ്. ഇതിനിടയിൽ എവിടാണ് മനുഷ്യർക്ക് ജാതി മതം പറയാൻ സമയം? നിങ്ങളും ഒന്നും കൊടുക്കണ്ട. കൊടുക്കുന്ന മനുഷ്യന്മാരെ അപമാനിക്കാതിരുന്നൂടെ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചലഞ്ച് ചെയ്തല്ലോ, നിങ്ങൾക്ക് ബാക്കി 10 ലക്ഷം രൂപ കൊടുക്കാൻ പറഞ്ഞ. ഞാൻ ഓർത്ത് നിങ്ങൾ ആരെങ്കിലും 28 ലക്ഷം രൂപ എന്നെ ചീത്ത പറഞ്ഞിട്ട് പോയി. എന്ത് കാര്യം? എന്നെ ചീത്ത പറഞ്ഞു, എനിക്കിതൊക്കെ നല്ല തഴമ്പാ. ചീത്ത പറയുന്നതിനെ പ്രത്യേകം നിങ്ങൾ ഇനി മുതൽ അഭിമാനികളായ ഹിന്ദു സഹോദരങ്ങളെ മുസ്ലിമീങ്ങൾ അങ്ങനെ വീട്ടെടുക്കണ്ട, ഞങ്ങൾ തന്നെ സഹായിച്ചോളാം. അങ്ങനെ ഹിന്ദുവിന് മുസൽമാന്റെ തീവ്രവാദ ഫണ്ട് കൊടുക്കണ്ട എന്ന് പറയാൻ തന്റെ ഉള്ള നട്ടലുള്ള ഒരുത്തൻ രംഗത്തോട്ടോടാ ഉയർത്തലുണ്ട്. അത് കേട്ടോ, കാപ്പി നിന്റെ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി നീ എത്ര പേരെ സഹായിച്ചിട്ടുണ്ട്? അവന്റെ മാനവികത. സഹായം തേടി വരുന്നവന്റെ നിസ്സഹായാവസ്ഥയും കണ്ണീരും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ എന്താ വേണ്ടത്? നിന്റെ നമ്പർ തന്നെ. ഈ പയ്യനൊക്കെ ആരാണ് ഉസ്താദേ? ഇവനൊക്കെ ഇറലവന്റ് ആണ്. ജീവിതത്തിൽ ഒരു പണിയെടുക്കാത്തവനാണ്. ചുമ്മാ വെറുതെ വന്ന് ഡയലോഗ് അടിക്കുന്നവനാണ്. ഹിന്ദു സ്നേഹം എന്ന് പറഞ്ഞാൽ മുസ്ലിം വിരോധമാണെന്ന് തെറ്റിദ്ധരിക്കുന്നവനാണ്. നിന്റെ നമ്പർ ആള് പള്ളിയുടെ മുറ്റത്താണ് കുറക്കാൻ നമ്പറിഞ്ഞതാ. അങ്ങനെയാണെങ്കിൽ എന്താ വേണ്ടത്? നിങ്ങൾ സുസജ്ജമായി സോഷ്യൽ മീഡിയയിൽ രംഗത്ത് വരണ്ടേ? ഇനി മുതൽ ഒരൊറ്റ തീവ്രവാദ ഫണ്ടുകളും കൊണ്ടു ഹിന്ദുവിന്റെ അഭിമാനം വിൽക്കുന്ന മുസൽമാന്റെ 1 രൂപ പോലും വേണ്ട, ഞങ്ങൾ ഏറ്റെടുത്തു എന്ന് പറയാൻ രംഗത്ത് വരാൻ എന്താ വരാത്തെ? നീയൊക്കെ ചോദിച്ചാൽ 10 രൂപ എങ്കിലും സ്വന്തം സമുദായത്തിൽപ്പെട്ട ഒരു തരുവോ? 5 പൈസ കൊടുക്കൂല, കൊടുത്തവന്മാരെ കൊള്ളടിപ്പിക്കുമോ? നിനക്കൊക്കെ എന്താ പണി? അവർക്കറിയാം, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കൊക്കെ അറിയാം. അതുകൊണ്ട് ഭാരതീയ, നിന്നോടാണെങ്കിലും ഈ ലക്ഷ്മി കോണോത്തനാണെങ്കിലും ഈ പറയപ്പെട്ട സകല കക്ഷികളോടും പറയാണ്, ദയവ് ചെയ്ത് നിങ്ങൾ ഉപകാരം ചെയ്യണ്ട, ഞങ്ങൾ നോക്കിക്കോളാം, ഞങ്ങൾ ഏറ്റെടുത്ത് ഉപദ്രവിക്കാതിരിക്കുക. ആരെ? നമ്മളെയല്ല, നിങ്ങൾ പറഞ്ഞോ, അതല്ല പ്രശ്നം. ഈ വരുന്ന മനുഷ്യന്മാരുടെ മനസ്സ് തകർത്ത് കളയരുത്. കാരണം ഇവിടെ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇവിടെ പ്രശ്നം ഹിന്ദുവിന് മാത്രമല്ല, മുസൽമാന്റെ വീടും പട്ടിണിയാണ്, ക്രിസ്ത്യാനിയുടെ വീടും പട്ടിണിയാണ്. ഈ മനുഷ്യന്മാർക്ക് കിട്ടുന്നത് തടസ്സപ്പെടുത്താൻ വേണ്ടി ഈ കൊടുക്കുന്നവനെയും അല്ലാത്തവനെയും ചീത്ത വിളിക്കുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മരവിക്കും. അതുവഴി ഈ സഹായ ഹസ്തങ്ങൾ ലഭിക്കുന്നവർക്ക് ഇല്ലാതായി പോകും. നീയൊക്കെ ചെയ്യേണ്ട പണി എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞങ്ങളെയൊക്കെ ചിത്രവും വീഡിയോ വെച്ചോ തീവ്രവാദി വിളിച്ചോ. ഇതൊരു ഹരമാണ്. മൂക്കിപ്പൊടി വലിക്കുന്നവന് ആദ്യം വലിക്കുമ്പോൾ തുമ്മലുണ്ടാവുള്ളൂ. പിന്നെ ഇത് അവർക്ക് പിന്നെ പ്രശ്നമല്ല, പിന്നെ തുമ്മത്തില്ലത്. അത് ഈ തീവ്രവാദം അടക്കമുള്ള കാര്യങ്ങളുടെ വിളി കേൾക്കുന്ന ഒരു സാധാരണ ഇന്ത്യൻ മുസ്ലിമിന്റെ വേദനയാണ്. അതിനോട് പൂർണ്ണമായിട്ടും എന്താ പറയണേ, ഐ ആം വിത്ത് ഉസ്താദിന്റെ. അതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പണി തുടർന്നോ, പക്ഷെ പാവങ്ങളുടെ അന്നം മുട്ടിക്കരുത്. നിസ്സഹായരായ മനുഷ്യരുടെ അവകാശങ്ങൾ തടസ്സപ്പെടുത്തരുത്. നിങ്ങൾക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങൾ സാരി വാങ്ങുക, ഈ മാല വാങ്ങുക, കമ്മല് മേടിച്ചിടുക, അതൊക്കെ ചെയ്തോളി. പാവങ്ങൾ ദ്രോഹിക്കരുത്. ഉസ്താദ് പറഞ്ഞ 100% സത്യമാണ്. അതുകൊണ്ടാണ് ഉസ്താദെ ഞാൻ ആ രോഹിത്തിന് കാല് വെക്കാൻ ഉസ്താദിന് സൂര്യമോൾക്കും എന്നാൽ കഴിയുന്ന ചെറിയൊരു കോൺട്രിബ്യൂഷൻ, ഞാൻ അതിൽ വീഡിയോയും കാര്യങ്ങളും ചെയ്യുകയും ചെയ്യാം. ആ രോഹിത്തിന് എന്നാൽ കഴിയുന്ന 10,000 രൂപ കൊടുക്കും. ഉസ്താദ് എനിക്കൊന്ന് തിരിച്ച് യാത്രയിൽ എന്തുവാണ് തിരിച്ചു വന്നതിന് ശേഷം ഉസ്താദ് പറയുന്ന സ്ഥലത്ത് ഉസ്താദ് പറയുന്ന കാര്യം ഉസ്താദിന് എനിക്ക് വിശ്വാസ, ഇതുപോലത്തുള്ള കുറെ നല്ല ആൾക്കാർ വേണം. ഹിന്ദുവിലും വേണം, മുസ്ലിമിനും വേണം, ക്രിസ്ത്യാനികളിലും വേണം. ഇതുപോലെ നമ്മുടെ സമൂഹത്തിൽ എന്താ പറയണേ, നന്മയും സ്നേഹവും നിലനിൽക്കുന്ന രീതിയിലുള്ള ആൾക്കാർ വേണം. ഇപ്പോൾ ഉസ്താദിന് എല്ലാവിധ അഭിവാദ്യങ്ങളും. ഇതുപോലെ ഉസ്താദ് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, മറ്റേ ക്രിസ്ത്യാനികളിലെ ക്രിസോസ്റ്റം തിരുമേനിയെ പോലെ, അല്ലെങ്കിൽ ഈ ക്രിസംഗി എന്ന വാക്ക് കോയിൻ ചെയ്ത ഫാദർ ജെയിംസ് പനവേലിൽ പോലെ, അൻസാരി സൂരി ഉസ്താദിനെ പോലെ, വ്യത്യസ്ത ഹിന്ദു മുസ്ലിം വിഭാഗത്തിലെ പണ്ഡിതന്മാരെ പോലെ ഇവർ ഒരുമിച്ച് വരണം, വർഗീയതയെ തുരത്തണം, മനുഷ്യനെ സഹായിക്കണം, രക്ഷിക്കണം.